ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലെജൻഡ് ഷെല്ലി എന്ന് പറയുന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് ഒന്നും കാണാത്തതാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സിയോഹിയാണ് കാണിക്കുന്നത്. അവൾ വളരെയധികം സന്തോഷത്തോടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെക്കൻഡ് മാസ്റ്ററിനെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തെ അവിടെ കാണാത്തതുകൊണ്ട് തന്നെ പുറത്തു വല്ലതും പോയതായിരിക്കും എന്നും കരുതി അവൾ അവിടെ ഉണ്ടായിരുന്ന ബുക്കൊക്കെ അടുക്കി വെക്കാൻ വേണ്ടി ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൾ ബുക്കൊക്കെ എടുക്കുന്നതിനിടയിൽ അറിയാതെ അവളുടെ കൈ തട്ടി ആ സീക്രട്ട് ഡോർ ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ അവൾ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അകത്ത് മുഴുവനായിട്ടും വിചിത്രമായിട്ടാണുള്ളത്. അവൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി കൂടുതൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ലേഡിയുടെ ബോധം കെട്ടി കിടക്കുന്നത് കാണുന്നത്. ആ ലേഡി ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അതേസമയം അവിടേക്ക് ഒരു ഡാർക്ക് പവർ വരികയാണ്. ഇവളാണ് ശരിക്കും സെക്കൻഡ് മാസ്റ്ററിൻ്റെ ശരിക്കുള്ള ലവ്. ഇവൾ കാരണമാണ് നിന്റെ ജീവിതവും തീരുമാനിക്കാൻ പോകുന്നത്. ആ ഡാർക്ക് പവർ അകത്തേക്ക് വരുന്നത് കണ്ട് അവൾ പേടിച്ചിട്ട് നീ ആരാണെന്ന് ചോദിക്കുകയാണ്. ശരിക്കും എന്താ നടന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ ഡാർക്ക് പവർ അവളുടെ ഉള്ളിലേക്ക് പോവുകയാണ്. സെക്കൻഡ് മാസ്റ്ററിൻ്റെ ലൈഫ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവളുടെ മുന്നിൽ ഇങ്ങനെ മിന്നിമായിരുന്നതായി കാണിക്കുകയാണ്. അതും കണ്ട് അവൾ ഷോക്കായി നിൽക്കുന്ന സമയം ആ ഡാർക്ക് പവർ അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാകുകയാണ്. അടുത്ത സീനിൽ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ കരുതുപോലെ തന്നെ ആ ഫസ്റ്റ് മാസ്റ്ററിൻ്റെ ആളുകൾ ഹീറോയെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ അവരറിയാതെ ഹീറോയുടെ ഫോർമേഷനിൽ പെട്ട ഒരു വേദന കൊണ്ട് പൊളയുകയാണ്. ഈ സൗണ്ട് ഒക്കെ കേട്ട് ഹീറോയിനും പുറത്തേക്ക് വരികയാണ്. ഹീറോയിൻ പുറത്തേക്ക് വരുമ്പോൾ അറിയാതെ ആ ഫോർമേഷനിൽ പെട്ടുപോവുകയാണ്. ഹീറോയിൻ അതിൽ ലോക്കായതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് അനങ്ങാൻ സാധിക്കുന്നില്ല. അവൾ പെട്ടെന്ന് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. ഹീറോയിൻ്റെ ചുറ്റും ഇപ്പോൾ ഭയങ്കരമായി തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു നാശം സംഭവിച്ചതുപോലെ പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് ഒരു ലേഡി വന്നിട്ട് നിന്നോട് വരെ ഇവിടെ വരാൻ പറഞ്ഞത് ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് പറയുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ഹീറോയിൻ്റെ കണ്ണിൽ നിന്ന് രക്തം കലർന്ന കണ്ണുനീര് വരാൻ തുടങ്ങുകയാണ്. ഇവിടെ ഹീറോ ആ ഫോർമേഷനിൽ ലോക്കായവരുടെ അടുത്തൂടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരികയാണ്. നിന്നോട് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഫോർമേഷൻ കൊണ്ട് പുറത്തേക്ക് വരരുതെന്ന്, പിന്നെ നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. അവളുടെ കണ്ണ് പതിയെ ഊതി കൊടുത്തിട്ട് അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. ഈ ഫോർമേഷൻ ഇത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു. എന്നിട്ട് എന്താ നിനക്കൊന്നും സംഭവിക്കുന്നത്? കാരണം എൻ്റെ ഉള്ളിൽ പേടിയില്ല. എന്താ പേടിയില്ലെന്നോ? നിന്റെ ഉള്ളിൽ പേടിയില്ലെങ്കിൽ നിന്റെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുമല്ലോ. ഇവ മറ്റുള്ള മോഡൽസിനെ പോലെയല്ല, ഇവന് വളരെയധികം പ്രത്യേകതകളുണ്ടെന്ന് ഹീറോയിന് മനസ്സിലാക്കുകയാണ്. അതേസമയം ആ യങ് മാസ്റ്റർ ഫയർ ബോൾസ് വെച്ച് അവരെ ആക്രമിക്കുകയാണ്. ഫയർ ബോൾസ് തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഹീറോയുടെ വീടൊക്കെ നശിക്കുകയാണ്. ഹീറോയുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഫോർമേഷനിൽ പെട്ട് കിടന്നിരുന്ന ആ യങ് മാസ്റ്ററിൻ്റെ ആളുകൾ മരണപ്പെടുകയാണ്. ഇവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. സ്വന്തം ആളുകളോട് പോലും കരുണയില്ലല്ലോ. അവരെല്ലാം മരിക്കുന്ന കണ്ടിട്ട് ഹീറോയ്ക്ക് വിഷമമാകുന്ന കണ്ടിട്ട് ഹീറോയിൻ നീ വിഷമിക്കട്ടെ, ഞാൻ അവരെ രക്ഷിക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ പറന്ന് അവളുടെ ശക്തി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന തീയൊക്കെ അണയ്ക്കുകയാണ്. അടുത്ത സീനിൽ ഡീമൺ വേൾഡ് ആണ് കാണിക്കുന്നത്. ഡീമണിലോട് അവളുടെ ആളുകളുടെ അടുത്ത് ഷെൻലി മോർട്ടൽ വേൾഡിൽ അവളുടെ പവർ ഉപയോഗിച്ചു എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവിടേക്ക് ആളുകളെ അയക്കുകയാണ്. അതേസമയം ഇവിടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ആ യങ് മാസ്റ്ററും അവൻ്റെ ആളുകളും വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ഒന്ന് ചിരിച്ചിട്ട് ഇപ്പോൾ നിങ്ങളെ കൊല്ലാനുള്ള മൂഡ് എനിക്കില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പൊക്കോളാൻ പറയുകയാണ്. ഫ്രോസൻ മാസ്റ്റർ മുന്നിലേക്ക് വന്നിട്ട് നീ ഒരു ഈവൽ ശക്തിയാണെന്ന് എനിക്കറിയാം, നീ ഞാൻ വെറുതെ വില്ലെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഒന്ന് ചിരിച്ചിട്ട് അവളുടെ ശക്തി ഉപയോഗിക്കുകയാണ്. അവരെല്ലാവരും കാറ്റത്ത് പെട്ടുപോയിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് പോകുന്നുണ്ട്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ഹീറോയിൻ്റെ കണ്ണ് മൂടിയിട്ട് നീ ഇതൊന്നും കാണണ്ടെന്ന് പറയുകയാണ്. അവർക്ക് നാണക്കേട് സഹിക്കാൻ സാധിക്കാതെ അവരെല്ലാവരും അവിടെ ഒന്ന് ഓടിപ്പോവുകയാണ്. ഫ്രോസൻ മാസ്റ്ററും ഹീറോയിൻ്റെ ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അവിടെ ഒന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. ഹീറോ അതേസമയം അവൻ്റെ വീട് കത്തിപ്പോകുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ എത്രയും പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്നും പറഞ്ഞ് ഹീറോയും കൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയാണ്. എന്നാൽ അവർ ഗാർഡൻ ഏരിയയിലേക്കാണ് എത്തുന്നത്. ഇത് കണ്ട ഹീറോ നിൻ്റെ ശക്തി എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണല്ലേ, എന്നാൽ നീ എന്തിനാണ് ഈ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ലാതെ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? പെട്ടെന്ന് ഹീറോയിൻ ഇവിടെ എന്തോ ഉണ്ടെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് എന്തോ ഒന്ന് പിടിക്കുകയാണ്. നമ്മളെ കൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇത്രയും ഫുൾഫിൽ ആവാത്ത സ്പിരിറ്റ്സോ, ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഹീറോയിൻ പറയുകയാണ്. ഇത് കണ്ട ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലോ. നിനക്കെങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? നീ സാധാരണ ഒരു മോർട്ടലല്ലേ? ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവളുടെ ശക്തി ഉപയോഗിക്കുകയാണ്. അവളുടെ ശക്തി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കറങ്ങി നടക്കുന്ന മുഴുവൻ സ്പിരിറ്റിനെയും കാണാൻ സാധിക്കുകയാണ്. ഇത് കണ്ട ഹീറോ അവൻ്റെ മുന്നിലേക്ക് പോയി നിന്നിട്ട് കണ്ടോ ഇവരെന്നെ ഒന്നും ചെയ്യുന്നില്ല, നീ എൻ്റെ കൈ പിടിച്ചോ, നിനക്ക് പേടിയാണെങ്കിൽ എൻ്റെ കൈ പിടിച്ചോ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ഇത് കണ്ട ഹീറോയിൻ അവനെ നോക്കുമ്പോൾ അവൻ്റെ ചുറ്റുമായി ഒരു വെളിച്ചം തെളിയിക്കുകയാണ്. ഷെല്ലി ആദ്യമായിട്ട് ഹീറോയെ കണ്ട കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലിങ്ങനെ മിന്നിമായിരിക്കുകയാണ്. ഹീറോയിൻ നേരെ ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ ഷർട്ട് പിടിച്ച് താത്ത് അവളുടെ മുഖം അവൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് അവൻ്റെ ചെവിയിലായി പറയുകയാണ് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന്. ഇത് കേട്ട ഹീറോ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനോട് ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഹീറോ ഇവനെന്താ ഇങ്ങനെ, ഞാൻ ഇത്ര റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുമ്പോൾ ഇവനെന്താ ഇങ്ങനെ, എങ്കിൽ പോടാന്നും പറഞ്ഞ് ഹീറോയെ പിടിച്ചൊന്ന് തള്ളുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ്റെ മുഖം മാറുകയാണ്. ഇത് കണ്ട ഹീറോ ഷെൻലി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എനിക്കെന്തോ വ്യത്യസ്തമായ ഒരു പവർ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരു പവർ വന്ന് അവിടെ ഉണ്ടായിരുന്ന സ്പിരിറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്പിരിറ്റൊക്കെ ഇപ്പോൾ ചുമന്ന കളറിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയ്ക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ജീവനിൽ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ഇത് സ്പിരിറ്റ് ഈറ്റേഴ്സാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് മാസ്റ്ററിനെ കാണാമെന്നും പറഞ്ഞ് ഹീറോയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഹീറോയിൻ്റെ അടുത്തേക്ക് ഒരു ഈവൽ പവർ വരികയാണ്. ആ ഈവൽ പവർ ഹീറോയിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ അത് നശിച്ചു പോവുകയാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും ആ സെക്കൻഡ് മാസ്റ്ററിൻ്റെ സ്റ്റഡി റൂമിലാണുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ആ സീക്രട്ട് റൂമിൽ നിന്നാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട ഹീറോയിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് എന്നെ ഒറ്റയ്ക്കാക്കരുതെന്ന് പറയുകയാണ്. ഹീറോയിൻ എങ്കിൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഹീറോയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് നോക്കുമ്പോൾ ആ
സിയോഹി ഈവിൾ പവർ കാരണം യങ് മാസ്റ്റർ സംരക്ഷിക്കുന്ന ആ ലേഡിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. യങ് മാസ്റ്റർ ആ ലേഡി എങ്ങനെയും സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ അവിടെ എത്തുന്നത് കണ്ടിട്ട് ആ സിയോഹി ഹീറോയിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ്റെ പവറിൻ്റെ മുന്നിൽ അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഹീറോയിൻ്റെ അടുത്തേക്ക് പോലും അവളെ കൊണ്ട് ചെല്ലാൻ സാധിക്കുന്നില്ല. ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവളുടെ ശക്തി വെച്ച് അവളെ അടിച്ച് താഴെയിട്ട് ഹീറോയിൻ്റെ വാളെടുത്ത് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ സെക്കൻഡ് യങ് മാസ്റ്റർ മുന്നിലേക്ക് വന്നിട്ട് അത് തടയുകയാണ്. ശരിക്കും നീ ഇത്രയും നല്ലവരായിരുന്നു എങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞ് അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിക്കുകയാണ്. അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് കുളത്തിലുണ്ടായിരുന്ന ആ താമര വലുതാവുകയാണ്. വളരെയധികം വലിയൊരു താമരയായി മാറി ആ ബിൽഡിംഗ് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ നമ്മളെ ഇവിടെ വെച്ച് തന്നെ അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒന്ന് പുറത്ത് പോകണം. അവൾ സെക്കൻഡ് യങ് മാസ്റ്ററിനോട് നീ അവളെ സംരക്ഷിക്കും, ഞാൻ എത്രയും പെട്ടെന്ന് ഈ ആക്ഷനിലുള്ള ബാക്കിയുള്ളവരെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട ഹീറോയിൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് പോകണം, ആദ്യം ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ ഒന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ സെക്കൻഡ് യങ് മാസ്റ്റർ ഇതിന് സമ്മതിക്കുന്നില്ല. ഹീറോയും ആ സോൾ ബൈൻഡിങ് ഫോർമേഷൻ ഇവിടെയാണുള്ളത്, അവളെ ഇവിടെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയാൽ അവളുടെ ജീവന് തന്നെ ആപത്താണ്. ഇത് കേട്ട ഹീറോയിൻ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കണം. ആ സെക്കൻഡ് യങ് മാസ്റ്റർ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ കിടക്കുന്ന ലേഡി ശരിക്കും അവൻ്റെ വൈഫാണ്. ഒരു ദിവസം ഇവരൊട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ വൈഫ് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം വരെ ഇദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് അവൾ മരണം വരെ പോരാടുകയാണ്. അവനെ രക്ഷിച്ച അവസാനം അവളുടെ നെഞ്ചിലൊക്കെ അമ്പ് കൊണ്ട് അവൾ ബോധം കെട്ട് വീഴുകയാണ്. ഞാൻ നിന്നെ ഉറപ്പായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് യങ് മാസ്റ്റർ അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, സിയോഹിയായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും നോക്കി, കുറേ ഫോർമേഷൻ ട്രൈ ചെയ്തു, എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. അവസാനം സോൾ ബൈൻഡിങ് ഫോർമേഷൻ ഉപയോഗിച്ചാൽ ഇവളെ കുറച്ച് നാളത്തേക്കും ജീവനോടെ നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത് ഉപയോഗിച്ചു. അതിനുശേഷം ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ടീമിനെ വളർത്താൻ തുടങ്ങി. അതാണ് സിയോഹി. ഇതൊക്കെ കേട്ട ഹീറോയിൻ നിന്റെ വൈഫിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ മറ്റൊരു ജീവൻ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. നീ ഒരു മനുഷ്യനാണോ? എൻ്റെ വൈഫിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൻ്റെ മുന്നിൽ എനിക്ക് മറ്റൊന്നും വലുതല്ല. അവൾ ഹീറോയോട് നീ പുറത്തേക്ക് ചെല്ല്, എന്നിട്ട് അവിടെയുള്ള സ്പിരിറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നീ ഒരു ഫോർമേഷൻ ഉണ്ടാക്കുക. ഞാൻ ആ സിയോഹിയോട് സംസാരിച്ച് നോക്കാം, എന്നാൽ അവൾ വഴിക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും. അടുത്ത നിമിഷം തന്നെ ഹീറോയിനും പുറത്തേക്ക് ചെല്ലുകയാണ്. ഹീറോയോട് എത്രയും പെട്ടെന്ന് നീ ആ ഫോർമേഷൻ ഉണ്ടാക്കാൻ പറയുകയാണ്. എന്നാൽ ഹീറോ ആ ചുറ്റുമൊന്ന് നോക്കിയിട്ട് ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് ഒരു പിടുത്തവുമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഫോർമേഷൻ ഉണ്ടാക്കുന്നത്? അത് നീ ഇപ്പോഴാണോ പറയുന്നത്? നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എൻ്റെ വായിൽ എന്തായിരുന്നു എന്ന് ചോദിച്ച് ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഹീറോ ഒന്നും മിണ്ടാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ പറയുന്നതെല്ലാം കേട്ട് നിലത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വരുന്നത് ഞാനിപ്പോൾ നിന്നെ കൊന്നേനെ. അവൾ മനസ്സിൽ ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഇവൻ സേഫ് ആകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഇവൻ അപകടമാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇവിടെ ഒന്ന് പോകണമെന്ന് അവൾ ചിന്തിക്കുകയാണ്. അതേസമയം അവിടെ കാർഡ് മോർഫൻ അവിടേക്ക് വരികയാണ്. ഇത് കണ്ട ഹീറോയിൻ അവളുടെ സ്പിയർ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതുകൊണ്ട് നിനക്ക് ഈവിൾ സ്പിരിറ്റിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൻ ഹീറോയിനെ വാൺ ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, നിങ്ങൾ ശക്തി ഉപയോഗിച്ച് ഡീമൺ വേൾഡിലുള്ളവർ അറിഞ്ഞു, അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ അന്വേഷിച്ച് വരും. ഇതെനിക്ക് നേരത്തെ മനസ്സിലായതാണ്, എന്നാൽ എനിക്ക് ഇപ്പോൾ ഇവിടെ ഒന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല, എൻ്റെ ആവശ്യം ഇവിടെയുണ്ട്. അതേസമയം ഹീറോയിൻ കൊടുത്ത സ്പിയർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്പിരിറ്റിനെയൊക്കെ നശിപ്പിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്മോക്ക് പുറത്തേക്ക് വരികയാണ്. ആ സ്മോക്ക് കാരണം ഹീറോയ്ക്ക് ശ്വാസം എടുക്കാൻ സാധിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ഞാൻ ഈ മോഡൽ വേൾഡിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അവനോട് ഫീലിങ്സ് തോന്നിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് വരാൻ സാധിക്കില്ല. അത് കേട്ട് അവളുടെ അസിസ്റ്റൻറ്റ് ഷോക്കാകുകയാണ്. ഇവൻ്റെ അടുത്ത് ഫീലിങ്സ് തോന്നിയെന്നോ? ഇവൻ്റെ അടുത്തുനിന്ന് ഞാനിപ്പോൾ മാറിയില്ല, ഇവൻ 2 ദിവസം പോലും ജീവനോടിരിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇവൻ്റെ അടുത്തുനിന്ന് വരാൻ സാധിക്കില്ല. എനിക്കറിയാം മോട്ടൽസിൻ്റെ ജീവിതം വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതാണ്, അവർക്ക് ജീവിതം വളരെയധികം കുറച്ചേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ അവരുടെ ഓർമ്മകൾ പോലും അവരിൽ ഉണ്ടാവില്ല, അതെല്ലാം എനിക്കറിയാം. എന്നാൽ ഇവനെ വിട്ടിട്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വരാൻ സാധിക്കില്ല. നീ എനിക്കൊരു സഹായം ചെയ്യാമോ? ഡീമൺ വേൾഡിൽ നിന്ന് എന്നെ അന്വേഷിച്ച് വരുന്നവരെല്ലാം നീ മാക്സിമം ഡിലേ ചെയ്യണം, അതിനുള്ളിൽ ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ തീർത്ത് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാം. അവനും അതിന് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഇവിടെ ഹീറോ ഒരു സ്പിരിറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ആ സ്പിയർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ അവൻ്റെ പുറയിലേ വന്ന് നിൽക്കുകയാണ്. ആ സ്പിയർ വീഴുമ്പോൾ അവളുടെ തലയിലാണ് കൊള്ളുന്നത്. ഭാഗ്യത്തിന് അവളുടെ തലയിലുണ്ടായിരുന്ന ഹെയർ പിന്നാണ് നിലത്തേക്ക് വീഴുന്നത്. ഇത് കണ്ട ഹീറോ നിന്റെ സ്പിയർ ഇത്രയും പവർഫുൾ ആയിരുന്നോ? ആ സ്പിയർ നല്ല പവർഫുള്ളാണ്, എന്നാൽ ഇത്രയും നേരം നീ അത് ഉപയോഗിച്ചില്ലേ, അതുകൊണ്ട് നീ വളരെയധികം പവർഫുൾ ആണെന്ന് പറയുമ്പോൾ ഹീറോ അവളെ നോക്കിയിട്ട് ഒന്ന് ചുമക്കുകയാണ്. അവന് വയ്യാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവൻ എന്നെ എപ്പോഴും ഇവിടെ തടഞ്ഞു നിർത്തുകയാണ്, എനിക്കിവിടെ ഒന്ന് പോകാൻ കഴിയാത്തതുപോലെ ചെയ്യുകയാണ്. എന്നാൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവൻ എന്താണ് ലാഭം? ഇതൊക്കെ ഹീറോയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു വെപ്പൺ എടുക്കുകയാണ്, ഒരു പിൻ എടുത്തുകൊണ്ട് വരികയാണ്. അതുപോലെ വെപ്പണുമായിരിക്കും, അതിനകത്ത് പോയിസം എല്ലാം കാണും, നീ അത് എടുക്കണ്ട, എന്തായാലും നിന്റെ ഹെയർ പിൻ ഞാൻ നശിപ്പിച്ചാലേ, അതിന് പകരം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ തലയിലായി അത് കുത്തി കൊടുക്കുകയാണ്. ഇവിടെ പിന്നെയും ആ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും ആ സിയോഹിയും ഇവിടെ തന്നെ കാണും, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അവൾ ആ കുളത്തിലുള്ള കാര്യം ഹീറോയിന് മനസ്സിലായി. അവൾ നേരെ ആ കുളത്തിലേക്ക് ചെല്ലുകയാണ്. സിയോ ഇനി എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം, ഇല്ല ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലും. ഹീറോയിൻ അവളുടെ സ്പിയർ ഉപയോഗിച്ച് അവളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹീറോ വന്ന് അവളെ തടയിക്കുകയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, തുടക്കം മുതലേ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവൾ ജീവനായിട്ട് ജയിച്ച ഒരുത്തൻ അവളെ ചതിച്ചാൽ പിന്നെ അവൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം അവളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് നോക്കാം, നിന്റെ കഥയൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഹീറോയിൻ അവളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നീ പുറത്തേക്ക് വന്നില്ല, നിന്നെ ഉറപ്പായി ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് ആ സ്പിയർ എറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അതേസമയം സിയോഹി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് പെട്ടെന്ന് തന്നെ അവരെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹീറോയിൻ അവളെ ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്തിട്ട് ഇനി നീ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവൾക്ക് നല്ല അടി കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഹീറോ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട്
അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടി കിട്ടിയോണ്ടായിരിക്കാം അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ എന്നോട് എന്തൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ ഈ മാൻഷനിലുള്ളവരെ കൊല്ലാൻ പാടില്ലായിരുന്നു, എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുകയാണ്. അവളുടെ കണ്ണീര കുളത്തിലേക്ക് വീഴുമ്പോൾ ആ വളർന്നു നിന്ന വലിയ ലോട്ടസ് പ്ലാന്റ് പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്പിരിറ്റും പോവുകയാണ്. ഇതൊക്കെ കണ്ട ഹീറോ അടിയോളം നല്ലൊരു മരുന്നില്ലെന്ന് നീ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ ജീവനോടെ വിട്ടത്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവളെ കൊന്നു കളഞ്ഞേനെന്ന് ഹീറോയിൻ പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കഴിയുന്നതിനനുസരിച്ച് ഹീറോ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കാനുള്ള ആകാംക്ഷ വളരെയധികം കൂടി വരികയാണ്. എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.